തന്നെ ആദ്യമായിട്ട് ഈ കേരളത്തിലെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് ഇരിക്കുന്നത് ആ പോസ്റ്ററാണ്. വിനായകൻ ഞാൻ തമാശ ഒരു പക്ക പ്രൊഫഷണൽ ഫുട്ബോൾ പോസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പ്ലേയേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ട് നമ്മളെ ഞാൻ ഉണ്ടാക്കിയത് രണ്ട് നമ്മളെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു കളിച്ചപ്പോൾ തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും 6 പ്ലേയേഴ്സ് ഉഗ്രം ടച്ചുള്ള പ്ലേയേഴ്സാണ്. ഇന്ന് കൂളായിട്ടൊന്ന് ബോൾ കളിക്കുന്നു. നമ്മുടെ കോളേജിന് വേണ്ടി ഒരുപാട് ലോയൽറ്റി. ഈ FC TKMC എന്നൊരു ബ്രാൻഡ് നെയിമാണ്. പലപ്പോഴും ഞാൻ അറിയുന്നത് ഇവരുടെ ക്രെഡിറ്റ് കൊണ്ടാണ് ഞാൻ കൂടുതൽ അറിയുന്നത്. കാരണം എഞ്ചിനീയറിംഗിൽ ഏറ്റവും നല്ലോണം ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർ ആരാന്ന് ചോദിച്ചാൽ അത് TKM ആണ്. ഈ കേരളത്തിൽ എവിടെയെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെങ്കിൽ ഇത്രയും ദിവസം ഫുട്ബോൾ കളിക്കുന്നത് TKM-ലാണ് ഒരു സംശയം. കാരണം മറ്റു കോളേജ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് ഏതൊക്കെ പ്ലേയേഴ്സ് പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 6 പേരും 7 പേരും ഉഗ്രം പ്ലേയേഴ്സാണ്. ഇവരുടെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഞാൻ സ്മരിക്കുന്നു. അതിലുപരി സനി എന്ന് പറഞ്ഞ പ്ലെയർ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കളിക്കേണ്ട പ്ലെയറാണ്. 4 വർഷം ഫസ്റ്റ് റിസർവ് വന്ന പ്ലെയർ. ഇച്ചിരി അൺലക്കിയാണ്. ശരിക്കും കളിക്കേണ്ട ഒരു പ്ലെയർ ആരെന്ന് വെച്ചാൽ സനീൻ തന്നെയാണ്. സനീൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, ഒരു സംശയമില്ല. പിന്നെ നവനീത് എഞ്ചിനീയർമാരിടയിൽ ചരിത്രം കുറിച്ച ആളാണ്. കാരണം കേരള പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ഫുട്ബോൾ പലപ്പോഴും പറയുന്നത് ഫുട്ബോൾ കളിച്ചാൽ എഞ്ചിനീയറിംഗ് തോറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അവൻ തിരിച്ചു കാണിച്ചു കൊടുത്താണ് ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് ഫുട്ബോളിനൊരു ബ്രാൻഡഡ് എഞ്ചിനീയർ ആരാന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ പേര് ഞാൻ നവനീത് എന്ന് പറഞ്ഞു. പിന്നെ പലപ്പോഴും പിന്നെ ശ്രീരാമാണ്. ശ്രീരാം ഭയങ്കര സ്കിൽഫുള്ള പ്ലെയറാണ്. പലപ്പോഴും ചില അധ്യാപകർ പറയാറുണ്ട് ശ്രീരാം വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ 4 വർഷം എൻ്റെ കൂടെ ക്യാമ്പിൽ വന്നു. ഞാൻ എത്രയോ ദിവസം ശ്രീരാമിനെ പുറത്താക്കിയിട്ടുണ്ട്. ഇത്ര നല്ലോളം അല്ല ഞാൻ ഫാക്ടറാണ്. സനീനെ പുറത്താക്കിയിട്ടുണ്ട്, പ്രീമിയർ ലീഗ് താരം നവനീതിനെ പുറത്താക്കിയിട്ടുണ്ട്. ശ്രീരാം പലപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് കർക്കശമാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പെരുമാറുന്നൊരു ഒരു ഫുട്ബോൾ പ്ലെയറെ കണ്ടിട്ടില്ല. ശരിക്കും അതാണ് സംസാരിച്ചത് ഫുട്ബോളിനോടുള്ള താല്പര്യമാണ്. ബിഹേവിയർ ഈസ് വെരി ഗുഡ് പ്ലെയർ. പിന്നെ ജിറ്റോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് വിങ് ബാക്കാണ്. അത് ശരിക്കും TKM-ന്റെ അസറ്റാണ്. ആ സൈഡിൽ ആര് കളിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, ജിറ്റോ തന്നെയാണ്. യൂണിവേഴ്സിറ്റി എന്തായാലും കളിക്കേണ്ട പ്ലെയർ. പക്ഷെ നമ്മുടെ ടീമിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിട്ട് പല പ്ലെയേഴ്സിനെയും ചാൻസ് മിസ്സായി പോകുന്നുണ്ട്. പിന്നുള്ളത് നമ്മുടെ ഒരു പ്രാക്ടീസും ഇല്ലെങ്കിലും ഇത്തരം കളി കളിക്കുന്ന പ്ലെയറാണ് അൽഫവൻ. അതായത് ഒരു യൂണിക് പ്ലെയറാണ്. സ്റ്റോക്ക് എപ്പോഴും ഉള്ള കയ്യിലുള്ള പ്ലെയറാണ്. ഉഗ്രം പ്ലെയറാണ്. നന്നായിട്ട് സ്റ്റോപ്പർ കളിക്കും. പിന്നെ ഈ വർഷത്തെ ഏറ്റവും ചേഞ്ച് എന്ന് വെച്ചാൽ ആർട്ടിഫ് പോയപ്പോൾ ആ പൊസിഷൻ ആര് കളിക്കുന്നൊരു ചോദ്യം വന്നു. അവൻ ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ ഈ ലെഫ്റ്റ് വിങ് ബാക്ക് കളിക്കാം. അത് എന്താണ് ചേഞ്ചാണ്. ഞാനൊരു പ്ലെയറെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ആ പ്ലെയർ യൂണിവേഴ്സിറ്റി കളിക്കുന്നത്. ഞാൻ അവന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ്റെ ആ റണ്ണിങ് സ്റ്റൈലും ആ കളിച്ച കോൺട്രിബ്യൂഷനാണ് അവൻ പിന്നീട് ഉള്ളത്. നമ്മുടെ വിഷ്ണു എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ബ്രിഗേഡിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് അങ്ങനെയാണ് നടക്കുന്നത്. വിഷ്ണു നമ്മുടെ ഈ ടീമിന്റെ റീൽസും ഈ ടീമിന്റെ പ്രാക്ടീസും ഈ ടീമിന്റെ വിജയമൊക്കെ കണ്ട് ഈ ടീമിലൂടെ കളിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്ലെയറാണ്. ഇന്ന് 2 ഗോൾ അടിക്കുകയും ചെയ്തു, നന്നായിട്ട് കളിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് യുവരാചാര്യറാണ്. ഞാൻ പറഞ്ഞു മടുത്തു. പുള്ളി സ്വീകരണം അറ്റൻഡ് ചെയ്ത് ഒരുപാട് സ്വീകരണമായി പുള്ളി. വിനാശ് ഇതിന്റെ ഒരു ഭാഗമാണ്. വിനാശ് ആദ്യം തുടങ്ങിയത് എൻ്റെ കൂടായിരുന്നു. 1 മാസം തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ വിനാശിന്റെ പരിപാടി വന്നു. ഞങ്ങൾ ശരീരം അനങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പയ്യെ പരിപാടി ഒതുക്കി വിനാശ് ടീമിന്റെ കൂടെ. പക്ഷേ ചില ദിവസം ഞാൻ ഇല്ലാത്ത ദിവസം വർക്കൗട്ട് വിനാശെ ഏൽപ്പിക്കും. വിനാശിമാരെ കൊല്ലാൻ വേണ്ടി കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. അതൊരു ഫാക്റ്റാണ് വിനാശിന്റെ കോൺട്രിബ്യൂഷൻ. ഒപ്പം ഇതിൽ ഏറ്റവും ചരിത്രപരമായ മുഹൂർത്തം എന്ന് വെച്ചാൽ നമ്മൾ വിമൻ ഫുട്ബോൾ ടീം ചാമ്പ്യൻ ആയതാണ്. അതിന് ചാമ്പ്യനായ ഒരു പലപ്പോഴും ഞാൻ ബോളിൽ ടോപ്പർക്കാർ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രയും കണ്ടില്ല. പക്ഷെ എന്നാലും മാച്ചിൽ നമ്മളെ ഇറ്റലിയിലെ മാൾഡീനി കളിക്കുന്നുണ്ട്. ആ സ്റ്റൈലാണ് ഈ വർഷത്തെ വിമൻ ഫുട്ബോൾ ടീം എടുത്തായിരുന്നെങ്കിൽ